ഒരു 10 ദിവസം ഇന്റർനെറ്റിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്കും ഇന്ത്യയിൽ മൊത്തം ഭയങ്കര പാറ്റശല്യമായി മാറിയിട്ടുണ്ട്. പാറ്റശല്യം എന്നൊക്കെ പറഞ്ഞാൽ പോരാ, പാറ്റകളൊക്കെ ദേ ഇന്നലെ തൊട്ട് സംഘടിച്ച് തെരുവുകളിലോട്ടും ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതും നിങ്ങൾക്കറിയാവുന്ന CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ മൂവ്മെന്റിനെ പറ്റി തന്നെയാണ്. അവർ പറയുന്നത് അതൊരു മീം ബേസ്ഡ് സെറ്റയർ മൂവ്മെന്റ് ഒക്കെയാണ്, ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ആണെങ്കിലും ഇതിന്റെ പുറകിലുള്ള ചില കാര്യങ്ങളെ അത്ര നിഷ്കളങ്കമായി തള്ളാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതിനെപ്പറ്റി തന്നെയുള്ള എൻ്റെ കുറച്ച് ചിന്തകൾ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കോക്രോച്ചുകളെ കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് അവരിലോട്ട് എത്തുന്ന വഴിയിലുള്ള ചില ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യത്തിന് 2 തരം ലീഡേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. ചില ലീഡേഴ്സ് നാഷണലിസ്റ്റിക് ആയിരിക്കും. അവരുടെ ഒരേ ഒരു ഉദ്ദേശം എങ്ങനെയെങ്കിലും എൻ്റെ രാജ്യം എൻ്റെ നാട്ടിലത്തെ ആൾക്കാർ രക്ഷപ്പെടാന്നുള്ളതായിരിക്കും. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യും. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെയും അധികാരത്തിൽ വരണം. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഒരേ ഒരു ജ്വരം എന്ന് പറയുന്നത് അധികാരം മാത്രമാണ്, അല്ലാണ്ട് ജനങ്ങൾ നന്നായി കാണാന്നുള്ളതൊന്നും അല്ല. അപ്പം അതിലോട്ട് വരുന്നേക്കാട്ടിലും മുമ്പ് ഇപ്പം ഞാൻ നാഷണലിസ്റ്റ് ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയും മോദി സ്തുതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. ആക്ച്വലി ഞാൻ മോദിയെ കുറിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു ലീഡറിനെ കുറിച്ച് അറിയാമായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം ഭയങ്കര ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ശ്ലോഗൻ ഉണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഇല്ലേ, ഇതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് 1965 മറ്റോ നടന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്തോ പാക് വാറിൻ്റെ സമയത്തും മറ്റും അതിഭീകരമായിട്ടുള്ള ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഷോർട്ടേജിനെ മറികടക്കാനായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്ത്? ഇന്ത്യക്കാരെല്ലാവരും അവരുടെ വീട്ടിലെ ആഴ്ചയിലുള്ള ഒരു മീല് സ്കിപ്പ് ചെയ്യാൻ നോക്കാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ജനങ്ങളോട് അത് പറഞ്ഞത്. ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയിട്ടുള്ള നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ജനങ്ങൾ അന്ന് അത് ഏറ്റെടുത്തു. ഇപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലങ്ങളിൽ ആരും പറയാത്ത, നമുക്കാർക്കും താല്പര്യമില്ലാത്ത തരത്തിൽ 2 പർട്ടിക്കുലർ എൻഡുകളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇറാനും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ ആധുനിക ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കും ഉണ്ട് പ്രശ്നം. നമ്മുടെ നാടൊക്കെ 90% ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം അതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റം ഉണ്ടാവുന്നു. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് എന്ന് നമ്മളോട് പറഞ്ഞത്, അതായത് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞത്, ഇപ്പോൾ ഇന്ധനത്തിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നമ്മളോട് പരമാവധി ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഗോൾഡൊക്കെ വാങ്ങുന്നത് തൽക്കാലം ഒഴിവാക്കാനൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സൈഡിൽ അങ്ങനെ ഒരു ലീഡർ ഉള്ളപ്പം വേറൊരു സൈഡിൽ കുറച്ച് ലീഡേഴ്സ് ഉണ്ട്. ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ മൊത്തം വെല്ലുവിളിയാണ്. ഇൻ ദ സെൻസ്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഭരണകൂടം താഴെ ഇറങ്ങും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറക്കും, ജനങ്ങൾ തെരുവിലിറങ്ങണം, ജെൻസി തെരുവിലിറങ്ങണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ നീറ്റ് പേപ്പർ ലീക്കൊക്കെ ആയി ബന്ധപ്പെട്ട് പിള്ളേർ തെരുവിലിറങ്ങണം എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ യുവാക്കളെ തെരുവിലിറക്കി ഭയങ്കരമായിട്ടുള്ള കലോപങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കി ഭരണത്തിനെ അട്ടിമറിച്ച് പല സ്ഥലങ്ങളിലും പല ആൾക്കാരുടെയും താല്പര്യമുള്ള പാവ സർക്കാരുകളെ കൊണ്ടുവന്ന ഇൻസിഡൻസ് നമുക്കറിയാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ശ്രീലങ്കയിൽ ഈ ഒരു കാര്യം നടന്നു, ബംഗ്ലാദേശിൽ ഈ ഒരു കാര്യം നടന്നു. ഷെയ്ഖ് ഹസീനയൊക്കെ നമ്മുടെ നാട്ടിലോട്ടാണ് വന്നത് അഭയം തേടിയിട്ട് അല്ലേ. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ നേപ്പാളിൽ ഈ അടുത്ത് ഒരു ജെൻസി കലാപമൊക്കെ നടന്നു. അതിനകത്തും ഈ ഒരു കാര്യമൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം ഈ ഒരു ഭരണകൂടത്തിനെ അസ്ഥിരപ്പെടുത്തേണ്ടത് ചില ആളുകളുടെ ചില സമയത്ത് ആവശ്യമാണ്. അതേസമയം ചില സമയങ്ങളിൽ ജനങ്ങൾക്ക് സ്വമേധയാ രോഷമൊക്കെ ഉണ്ടായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയുടെ ഒരു കേസ് ഇപ്പം നോക്കുകയാണെങ്കിൽ ലോകത്ത് മുഴുവൻ പ്രതിസന്ധിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളുമായിട്ട് പല കരാറുകളിൽ ഒപ്പിടുന്നു. പല കമ്പനികൾ ഇന്ത്യയിലോട്ട് വരാനും അവരുടെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങാനും ആഗ്രഹിക്കുന്നു.
സോ തൊഴിലവസരം കൂട്ടാനായിട്ടൊരു സൈഡിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലോട്ട് വരുന്ന പൈസ കൂട്ടാനായിട്ടൊരു സൈഡിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ടൊരു സൈഡിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് എന്നൊക്കെ പറയണത് ഭയങ്കര വിഡിത്തമല്ലേ? ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് അതിന് ആക്ച്വൽ എന്തൊക്കെ സൊല്യൂഷൻസാണ് കൊണ്ടുവരാമെന്നാണ് നോക്കേണ്ടത്, അല്ലാണ്ട് അതിനൊക്കെ വേണ്ടി തെരുവിലിറങ്ങല്ല വേണ്ടത് എന്നൊരു കാര്യം നമ്മൾ ആദ്യം ഓർക്കണം. പിന്നെ ഇന്ത്യയിൽ ജൻസി പ്രക്ഷോഭം ഉണ്ടാവുകയും ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയൊക്കെ ചെയ്യേണ്ടത് കുറേ വിദേശ ശക്തികളുടെ ആവശ്യമൊക്കെയാണ്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞോടാ. ലാസ്റ്റ് മാർച്ചിൽ US ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ക്രിസ്റ്റഫർ ലാൻഡോ, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ചൈനയോട് ഞങ്ങൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ മിസ്റ്റേക്ക് ഞങ്ങൾ ഇന്ത്യയോട് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യനെ അങ്ങനെ പെട്ടെന്നൊന്നും വളരാൻ അവർ അനുവദിക്കില്ലെന്ന്. നമ്മൾ വളരുന്നത് വളരെ ബുദ്ധിമുട്ടിൽ കണ്ടു നിൽക്കുന്ന ഒരു കൺട്രിയാണ് USA എന്നുള്ളൊരു കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നുമില്ല. ഇനി ഇതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇന്നാളെ നമ്മൾ കണ്ടൊരു വാർത്തയാണ്, അമേരിക്കൻ യുക്രൈനിയൻ പൗരന്മാർ വിഘടനവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുക, ഉള്ളിൽ തന്നെ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന കുറെ പേരെ ഇന്ത്യ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ പൊക്കിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. വിദേശ ATM കാർഡുകൾ, ഈ ഒരു കലാപ പ്രവർത്തനങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് വിദേശ ATM കാർഡുകൾ പൊക്കിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേരെ, മ്യാൻമറിൽ നിന്ന് കുറേ പേരെ നമ്മുടെ അതിർത്തി കടക്കുന്നത്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. ഇനി ഇതൊക്കെ പോട്ടെ, 2020 2024 ആയിട്ട് എത്രയോ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാനാണ് ഈ രാജ്യത്ത് പലരും ശ്രമിച്ചത്. ലേറ്റസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പം ഹരിയാനയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പ്രക്ഷോഭം. അതേപോലെ തന്നെ ഈ നമ്മുടെ കർഷക കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ ലഡാക്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒന്ന് ലഡാക്കിലായിരുന്നു, അത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ലഡാക്കിലൊക്കെ ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നതിനെക്കാട്ടിലും മുമ്പ് അവിടുത്തെ സോനം വാങ്ചുക് എന്നൊക്കെ പറയുന്ന ലീഡർ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിച്ചതും തെരുവിലിറങ്ങാനും കലാപം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഇന്ത്യയിൽ കുറേ ആൾക്കാർ തെരുവിലിറങ്ങേണ്ടതും കലാപം ചെയ്യേണ്ടതും ഈ നാട് നശിക്കേണ്ടതും ഇവിടുത്തെ ഡെവലപ്മെന്റ്സ്, ഇതിന്റെ വളർച്ചയൊക്കെ തടയേണ്ടതും ഒരുപാട് വിദേശ ശക്തികളുടെ വലിയ ആഗ്രഹമാണ്. നമ്മളെപ്പോഴും അടിമക്കണ്ണുകളായിട്ടിരിക്കാൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് പെരുമാറാന്നുള്ളത് ഇന്ത്യക്കാരുടെ വളരെ ഇന്ത്യക്കാർ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടുന്ന ഒരു പരിപാടിയാണ്. ഇനി നമുക്ക് പാർട്ടിയുടെ സ്വഭാവത്തിലോട്ട് വരാം. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ്, അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ തന്നെ പിള്ളേരോടൊക്കെ തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തു എന്നുള്ളൊരു കാര്യം. ഇനി നമുക്ക് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പൊതു സ്വഭാവത്തിലോട്ടൊക്കെ വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ പോലെയാണ് എനിക്ക് ഇതിനെ കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഞാൻ ഇത്രയും ദിവസം ഇന്റർനെറ്റ് നോക്കിയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരുമാതിരിപ്പെട്ട പൊളിറ്റിക്സ്, അതായത് ഈ ഒരു വിഘടനവാദ പൊളിറ്റിക്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊരു തോന്നൽ ഇവരുടെ സംസാരത്തിൽ നിന്നും ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് മാത്രമായിരിക്കത്തില്ല, അത്യാവശ്യം ഒബ്സർവ് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനുള്ളിലുള്ള ചില ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നീറ്റ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഇതേപോലെ തന്നെ തെരുവിലിറങ്ങണം എന്നുള്ളൊരു കാര്യം പറയുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം കോടതിയിൽ ഒരു കേസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, വളരെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കുറേ ജനങ്ങൾ, ഇവർ ആക്ടിവിസം ജേർണലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിറങ്ങുന്നു. ഇവർ കോക്രോച്ചുകളെ പോലെയും പാരസൈറ്റുകളെ പോലെയൊക്കെയാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരു 19% ഞാനും യോജിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒത്തിരി ആക്ടിവിസ്റ്റുകൾ ഇന്നുണ്ട്. ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻഡിൽ വിഘടനവാദം വരുന്ന ഒരു കാഴ്ച, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവർ ഇന്ത്യ നന്നാവണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടെത്തിക്കുന്ന പോയിന്റ് മുഴുവൻ ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവുക, ജനങ്ങൾ തെരുവിൽ തമ്മിൽ തല്ല, ഇങ്ങനത്തെ ഒരു പോയിന്റിലോട്ടാണ് ഇവർ പലരും പോയെത്തുന്നത്. അപ്പോൾ ഇതൊന്നും ഇന്ത്യ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിലുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിഭീകരമായിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള കാഴ്ച ഇപ്പോൾ തൽക്കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, വലിയൊരു ശതമാനത്തിൻ്റെ പുറകിലും ഇങ്ങനത്തെ ഉദ്ദേശങ്ങളുള്ളതായി നമുക്ക് ഇവരുടെ വിഷ്വൽസും സംസാരമൊക്കെ കാണുമ്പോൾ തോന്നുന്നു. ഇനി ഇതിലെ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പാർട്ടി ഭയങ്കരമായിട്ട് 20 മില്യൺ ഫോളോവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ.
അങ്ങനെ പോകുന്ന സമയത്ത് ഇവരിടുന്ന പോസ്റ്റുകൾക്കൊന്നും ഇത്ര റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ ജനങ്ങൾ പറയുന്നു ഇതിലെ വലിയൊരു ശതമാനം ആളുകളും പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്, തുർക്കിയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ആ വാദത്തിന് ശരിവെക്കാണ്ടിരിക്കാനും ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ബോട്ടുകളെ പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടിയെ കുറിച്ചിട്ട് മുമ്പും കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആൻഡ് ഈ ബംഗ്ലാദേശിലൊക്കെ കലാപം ഉണ്ടായ സമയത്ത് ധ്രുവ് റാത്തി, ഇദ്ദേഹം എഗൈൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. ഒരു കാലത്ത് ഞാൻ ഇദ്ദേഹത്തിനൊക്കെ ഫോളോ ചെയ്തിരുന്നെന്ന് ആലോചിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തൊലി ഉരിയുന്നുണ്ട്. അപ്പം ഈ ധ്രുവ് റാത്തിയുടെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ നിറച്ച് ബംഗ്ലാദേശികളായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് ഭീകര വ്യൂസൊക്കെ കിട്ടും. അപ്പം അതിൻ്റെ ഉള്ളിലെ കമൻസ് മുഴുവൻ ബംഗ്ലാദേശി പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്തത് ആ ഒരു കലാപമൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പം ഇങ്ങനൊരു വാദം, അതായത് ഇവരുടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഇന്ത്യക്കാരല്ല പുറത്തുള്ളവരാണെന്നുള്ള വാദം ശരിവെക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ നമ്മളതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ CJPന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് അഭിജിത് ദിൻഖെ, അതാണ് അയാളുടെ പേര്. ഇയാൾ ഇരിക്കുന്നത് US-ലാണ്. ഇപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലത്തെ ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ തെരുവിലിറങ്ങണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന പല ആൾക്കാരിലും പല ബിരുദന്മാരും ഇരിക്കുന്നത് ജർമ്മനിയിലും അതുപോലെ തന്നെ അമേരിക്കയിലും അതേപോലെയൊക്കെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോമഡി. അപ്പം നിങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലോട്ട് വരൂ. എന്നിട്ട് നിങ്ങളും കൂടെ ഒരുമിച്ച് ഈ യുവാക്കളുടെ കൂടെ തെരുവിലിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കുറേ ഇന്ത്യക്കാർക്ക് പറയാനുള്ളതെന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഈ ഇന്ത്യ സ്നേഹികൾ ചെയ്യുന്നതായിട്ട് എവിടെയും കാഴ്ചയിൽ പെടുന്നില്ല. ഇനി നമുക്ക് ഇതിലെ മറ്റൊരു കോമഡിയിലോട്ടും കൂടെ വരാം. സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെയൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അത് മോണിറ്റർ ചെയ്യണു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ വന്നിട്ട് എല്ലാം അദാനിക്കും അംബാനിക്കും വിൽക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പോസ്റ്ററുകളും സംസാരമൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഇതിൽ പല ആൾക്കാരും ഈ CJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു എന്നുള്ളൊരു വാർത്തയും കൂടെ ഒരു സൈറ്റിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാപകൻ ഇരിക്കുന്നത് അമേരിക്കയിലായതുകൊണ്ട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലും പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതിയായിരിക്കും. അപ്പം വേറൊരു നാട്ടിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് പോകുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സെൻട്രൽ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നതിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്നുള്ളത് അങ്ങനെ ഒരു തമാശയും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി CJPക്കാരെ ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്ക് ശരിയാണ്, അതിനോട് ഞാനും യോജിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പേപ്പർ ലീക്ക് ഉണ്ടായാൽ ശരിയാവില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിനെ മറയ്ക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ ഇല്ലാണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വന്നേ മതിയാകും. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗവൺമെൻറ് എംപ്ലോയീസ് ഉള്ള ഒരു നാടും കൂടിയാണ് നമ്മുടേത്. അപ്പം ഇത്തരത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ഇനി ഇതിനെതിരെ തെരുവിലിറങ്ങണം എന്ന് പറയുന്ന ഓപ്പോസിഷൻ പാർട്ടീസിന് ഇത് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മെറിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു കാര്യം. കാരണം ഇവരുടെ കാലത്തൊക്കെ നടന്നിട്ടുള്ള പേപ്പർ ലീക്കുകൾ അതിഭീകരമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ നമ്പേഴ്സ് കിട്ടും. നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിലൊക്കെ രാജസ്ഥാൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ പേപ്പർ ലീക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഭാഗം കൂടെ ഇതിനൊരു സൈഡിലുണ്ട്. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ള ചില ഡിമാൻഡുകൾ ഒട്ടും ജനാധിപത്യപരമല്ലാത്തതാണെന്നാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. അതായത് ഇപ്പം ഒരു ചീഫ് ജസ്റ്റിസ് ഒക്കെ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ പിന്നീട് അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഡിമാൻഡ്, അല്ലെങ്കിൽ വേറൊരു പൊസിഷനിൽ അദ്ദേഹത്തിന് ഇരുത്തിക്കൂടാ എന്നുള്ളൊരു ഡിമാൻഡൊക്കെ ഇവർ പറയുന്നതായിട്ട് കേട്ടു. അതിലൊക്കെ എന്ത് ജനാധിപത്യ മര്യാദയാണുള്ളതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇതൊക്കെയല്ലേ ശരിക്കും ഫാസിസം എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഇവർ പറഞ്ഞത് 50% റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം 33% റിസർവേഷൻ്റെ കേസ് തന്നെ വന്നപ്പം ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ നാരി ശക്തി അഭിയാൻ വന്ദൻ എന്നൊക്കെ പറയുന്ന പരിപാടികൾക്കെതിരെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കലാപം നമ്മൾ ഓർക്കേണ്ടതാണല്ലോ. ഇവരൊക്കെ തന്നെയാണ് CJPനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഐറണി. ഇനി ഇതിനകത്തുള്ള വേറൊരു കാര്യം, അത് മീഡിയ റീഫോംസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം മീഡിയയ്ക്ക് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊന്നും മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അധികാരമൊന്നും കൊടുക്കരുതെന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം. പല മീഡിയ കമ്പനികളും നല്ല കനത്ത നഷ്ടത്തിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസുകൾ ഭയങ്കര പ്രോബ്ലംസ് ആയിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഇത് ഫങ്ഷൻ ചെയ്തു പോകും, സാറ്റലൈറ്റ് ചാനലൊക്കെ ഫങ്ഷൻ ചെയ്തു പോകാനായിട്ടുള്ള പൈസ വേറെ, അഡ്വർടൈസ്മെൻറ്റ് വേറെ. അതുകൊണ്ടൊക്കെ ആണ് ആളുകൾ ആരോപിക്കുന്നത് പൈസ കൊടുത്തിട്ട് മീഡിയനെ മേടിക്കാൻ പറ്റുന്നൊക്കെ പലരും ആരോപിക്കണം. അതുകൊണ്ടാണ്. അപ്പം പൈസ ഉള്ള ഒരു വ്യക്തിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സായിട്ട് സത്യം പറഞ്ഞാൽ മീഡിയ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ നിൽക്കുമ്പം
കോർപ്പറേറ്റുകൾ മീഡിയ ഹാൻഡിൽ ചെയ്യരുത്, കോർപ്പറേറ്റ് കമ്പനികൾ മീഡിയ കൊണ്ട് നടക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തും പ്രത്യേകിച്ച് ഒരു ലോജിക്കൊന്നും കാണാനായിട്ടില്ല. മിക്കവാറും പൈസയുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ തന്നെയാണ് മീഡിയ കമ്പനികളുള്ളത്. മീഡിയ അവരുടെ വളരെ വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു ശതമാനം മാത്രമായിട്ട് നിലനിൽക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് നമ്മൾ പല കമ്പനികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാലും കാണുന്നത്. അപ്പം അത് ഈ CJPനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകർക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എനിവേയ്സ്, ഒരു നമ്മുടെ ജനങ്ങൾക്ക് നല്ലത് സംഭവിക്കണം എന്നാഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ആളുകൾ സംസാരിക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു മൊമെന്റ്സ് കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുക എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ പലരും സംസാരിച്ചും ശബ്ദിച്ചും തെരുവിലിറങ്ങിയൊക്കെ തന്നെയാണ് നമുക്ക് പലർക്കും സ്വാതന്ത്ര്യമൊക്കെ നേടിത്തന്നിട്ടുള്ളത്. അത് കറക്റ്റാണ്. പക്ഷെ നിലവിൽ ഇന്ത്യയിൽ തെരുവിലിറങ്ങിയും പ്രതിഷേധിക്കുകയും കലാപം ഉണ്ടാക്കിയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബോഡീസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പുള്ളതിനേക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. പിന്നെ ലോകം മുഴുവൻ പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത് ഇന്ധനത്തിന് വില കൂടുന്നു, GDP കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തെരുവിലിറങ്ങുന്ന ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി ഒരിക്കലും അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയും കൂടെയാണ്. അപ്പോൾ രാജ്യം നന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യക്കാരോട് എനിക്ക് പറയാനുള്ളത്, സംയമനം പാലിക്കുക. എല്ലാത്തിനും പ്രതികരിക്കാനായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും. തെരുവിലിറങ്ങുന്നതും അക്രമം കാണിക്കുന്നതും ഒക്കെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിലവിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനത്തെ ഒരു പ്ലാനിലോട്ടൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ലഡാക്കിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭമൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. അടിച്ചമർത്തപ്പെടും. അതേപോലെ തന്നെ ഒരു ഭാവി തൊലഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കാം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ സംയമനം പാലിക്കേണ്ടതും രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കി പല കാര്യങ്ങളും സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകാൻ വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ നാട്ടുകാരൊക്കെ പറയുന്ന പോലെ മുണ്ട് മുറുക്കി എടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പല രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ ബംഗ്ലാദേശിനേറ്റും പാകിസ്ഥാനെക്കാട്ടിലും ഒക്കെ താഴെയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി നടക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഭയങ്കര പെട്രോൾ പൈസയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. യുദ്ധമായിട്ട് ഇത്രയായിട്ട് നമ്മുടെ നാട്ടിൽ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അത് കൂടുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുക വേണ്ടത്. തൊട്ടപ്പുറത്തെ പാകിസ്ഥാനിലൊക്കെ ലിറ്ററിന് 495 രൂപയൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി പെട്രോളിന്. അപ്പം അത്രയും ഭീകരതയാണ്. ഈ പെട്രോൾ ഉണ്ടാവുന്ന ചില രാജ്യങ്ങളിൽ തന്നെ ഭയങ്കര ഭീകരമായിട്ട് ഇതിൻ്റെയൊക്കെ പൈസ കൂടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ഇവർക്ക് ആർക്കും ഒന്നും ചിന്തിക്കാനില്ല. ഇത് അത്യാവശ്യം ഭംഗിയായിട്ട് മാനേജ് ചെയ്തു പോകുന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് നടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ജനങ്ങളുടെ മാൻഡേറ്റിനെ അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് കഴിവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് മാൻഡേറ്റ് കൊടുത്തത്. അതിനൊക്കെ EVM മാനിപ്പുലേഷൻ ഒന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളുടെ പ്രശ്നത്തിൽ ജനാധിപത്യപരമായി ഇടപെട്ടും വൃത്തിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും അവരുടെ ട്രസ്റ്റ് ഏൺ ചെയ്ത് വോട്ട് മേടിക്കാനും ജയിക്കാനും ഒക്കെ ശ്രമിക്കുക. അല്ലാണ്ട് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ കലാപമല്ല എന്നുള്ളത് ഈ പാർട്ടികളും കൂടെ മനസ്സിലാക്കുക. ഇന്ത്യക്കാരോടാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മുടെ നാട് നന്നായിട്ടിരിക്കേണ്ടത്, നമ്മുടെ ജീവിതം നന്നായിട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. ചുറ്റും പ്രക്ഷോഭം നടന്ന രാജ്യങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് ഇറങ്ങരുത്. പ്രതിഷേധിക്കാൻ നമുക്ക്, പ്രതിഷേധങ്ങളുള്ളത് അറിയിക്കാൻ നമുക്ക്, അനാവശ്യ പ്രതിഷേധങ്ങളുമായിട്ട് ഇറങ്ങി ഉള്ള വില കളയരുത്.